ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് മൈദയിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടിയിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് ദോശമാവിനേക്കാളും ലൂസായ പാകത്തിൽ കുഴച്ചെടുത്തിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക. ഇനി കുറച്ച് പരന്ന പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കുക. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വലിയ നോൺ സ്റ്റിക്ക് പാത്രം വെച്ച് നമ്മൾ തയ്യാറാക്കിയ മാവുന്ന് കുറേശ്ശെ ഒഴിച്ച് പാത്രം കൊണ്ട് തന്നെ ചുറ്റിച്ച് എല്ലാ ഭാഗത്തേക്കും ആക്കുക. ഇനി ഇത് വെന്ത് ട്രാൻസ്പാരൻ്റ് ആയിട്ട് വരുമ്പോൾ ഇതുപോലെ കൈവച്ചിട്ട് പതുക്കെ പൊക്കിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ഓരോ പ്രാവശ്യം ഇത് വെക്കുമ്പോഴും എണ്ണ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ തീരെ ഒട്ടിപ്പിടിക്കില്ല. ഇനി ഇത് സ്പ്രിംഗ് റോളോ അല്ലെങ്കിൽ സമൂസ ഷീറ്റോ ആയിട്ട് ഉപയോഗിക്കാം. നമ്മൾക്ക് ഏത് തരം ഫില്ലിംഗ് വേണമെങ്കിൽ ഉള്ളിൽ വെച്ച് കൊടുക്കാം. ഞാനിവിടെ ചിക്കൻ ഫില്ലിംഗ് ആണ് ഉള്ളിൽ വെച്ച് കൊടുക്കുന്നത്. രണ്ട് സൈഡും ഇതേപോലെ മടക്കി കൊടുക്കുക. ഇതിൻ്റെ സൈഡെല്ലാം സീൽ ചെയ്യാനായിട്ട് ഒന്നുകിൽ മാവ് ബാക്കിയുള്ളത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് മൈദയും വെള്ളം കൂടെ കലക്കിയത് സൈഡിലെല്ലാം തേച്ച് കൊടുക്കുക. ഇനി ഇത് റോൾ ചെയ്തെടുത്തതിന് ശേഷം സൈഡെല്ലാം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്പ്രിംഗ് റോൾ റെഡിയായി. ഇതേപോലെ തന്നെ സമൂസയും നമ്മൾക്ക് തയ്യാറാക്കാം. നേരത്തെ നമ്മൾ തയ്യാറാക്കിയ ഷീറ്റ് പകുതിയാക്കിയതിന് ശേഷം ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. ഇനി ഇത് ട്രയാങ്കിൾ ഷേപ്പിൽ ഇതേപോലെ മടക്കിയെടുക്കുക. നേരത്തെ നമ്മൾ സൈഡെല്ലാം സീൽ ചെയ്ത് അതേപോലെ തന്നെ സമൂസയുടെ സൈഡും സീൽ ചെയ്ത് കൊടുക്കുക. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സമൂസയും റെഡിയായി കഴിഞ്ഞു. ഇങ്ങനെ തയ്യാറാക്കിയിട്ട് ഒരു ബോക്സിലോ അല്ലെങ്കിൽ കവറിലോ ആക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീസറിൽ വെക്കാം, അല്ലെങ്കിൽ ഇത് വറുത്തെടുക്കാം. ഇത് വറക്കുന്നതിന് കുറച്ച് മുന്നേയായിട്ട് ഇത് പുറത്തിറക്കി വെക്കുക. എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രം ഇത് ഇട്ട് കൊടുക്കുക. കുഴയ്ക്കാതെയും പരത്താതെയും തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള സമൂസയും നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്പ്രിംഗ് റോളും നമുക്ക് പെട്ടെന്ന് തന്നെ ഈ രീതിയിൽ തയ്യാറാക്കാൻ പറ്റും.